ശാന്തിവിൽ ദിനേശ് ഒരു ഡയറക്ടർ എന്നെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ആകെ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ, ബംഗ്ലാവിലോ ഇത് പറഞ്ഞ ആരും കണ്ടിട്ടുമില്ല. പുള്ളി പണ്ട് എന്നെ ഞാൻ ടാർഗറ്റ് ചെയ്തോണ്ടിരുന്നു, ഇവരെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളി എന്തിട്ട് ഞങ്ങളെ കുറിച്ച് ബോധത്തിന് മനസ്സിലാവണില്ല. ഈ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന വ്യക്തി, അപ്പൊ അതേ പല ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. നമുക്ക് പല കാര്യങ്ങളും പുള്ളി വാട്സാപ്പ് അയച്ചു തരുന്നുണ്ട്. അപ്പൊ എന്നിട്ടും പുള്ളി കയറിയിട്ട് ഓരോരോ കാര്യങ്ങൾ കുറ്റപ്പെടുത്തലുകളാണ്. കാരണം വെച്ചാൽ പുള്ളിക്ക് ഒരുപാട് സിനിമ കാര്യങ്ങളുണ്ട്, പക്ഷെ എന്താ റീച്ച് കിട്ടാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ആദ്യം ആറാട്ടൻ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു, 2 വീഡിയോ ആറാട്ടനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ദിവസം ഞങ്ങൾ നോക്കിയപ്പോ ഒരു സുഹൃത്ത് രണ്ടുപേരും കൂടെ അതായത് വാട്സാപ്പിൽ ഇട്ടേക്കോണത് നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്താണ് സംഭവം എന്ന് വിഷയം നമ്മൾ കൂട്ടുകാരെ അയച്ചു തന്നേക്കുക. പെരേരനെ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഉള്ളി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പെരേരനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ല, തിയേറ്ററിൽ നിന്ന് അവിടെ തന്നെ കിടപ്പാണ്, അവിടെ തന്നെയാണ് ഫുഡ് കഴിക്കല്, പടം മൊത്തം കാണുന്നില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട്. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞ മുടീനെ കുറിച്ചുള്ളൊരു ഇതിൽ പുള്ളി നെഗറ്റീവായിട്ട് പറയും. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ തന്നെ പല വർക്കിലും ആണാ ഈ മുടി ആവശ്യമാണ്, ഇത് നമുക്ക് വെട്ടിക്കളയാൻ പറ്റത്തില്ല, താടിയും മുടി. പിന്നെ സൗന്ദര്യം ഇത് വെട്ടിക്കളഞ്ഞാൽ പോകുന്നതാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് ഈ ലുക്കിൽ അങ്ങ് മുന്നോട്ട് പോവാണ്. അപ്പം ഇതിനെ കുറിച്ച് പുള്ളി പച്ച രീതിയിൽ എന്ന് വെച്ചാൽ ആക്ഷേപിച്ച് ബോഡി ഷേവിംഗ് ആയിട്ട് പറയും. അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ച് പ്രതികരിച്ചപ്പോൾ കുറെ ആൾക്കാർ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ചിലവർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണെന്ന് പറഞ്ഞു. പുള്ളിക്ക് പുള്ളിയുടെ രീതിയിൽ പോയതില് ഒരു കാര്യം, അലിൻ ജോസ് പെരേര ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുവാണ്, ഒരു മിനിറ്റ്. അപ്പൊ എനിക്കൊരു കാര്യം പറയാം, നമ്മുടെ മുഖം സ്വന്തമായിട്ട് കണ്ണാടിയിൽ നോക്കും, എന്നിട്ട് അത് നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ കളിയാക്കാൻ. കാരണം പുള്ളിയുടെ പേജിന്റെ താഴെ പച്ചയ്ക്ക് തായും പൂവും കൂട്ടി ആൾക്കാർ തെറി വിളിക്കുന്നുണ്ട്. മഹാനായ നടൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, ഞാൻ പേര് പറയുന്നില്ല. ആ നടനെ കുറിച്ച് പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ വീട്ടിലെ ആൾക്കാർ തല്ലാൻ വരെ പോയ ചരിത്രം. നടന്റെ പേര് പറയണ്ട, അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാൻ ഈ ചാനലിൽ മാത്രം പറഞ്ഞ മഹാനായ നടൻ ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല. ആ നടനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ എത്തും ആളുകൾ, ജനങ്ങൾ എത്തും. അതുപോലത്തെ ഒരു നടനാണ്. ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളിനെ കൊല്ലണ്ടായിരുന്നു, പെണ്ണുങ്ങൾ വരെ തെറി വിളിച്ചായിരുന്നു, താ കുട്ടിയെ വിളിച്ച് ഒരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടു. പക്ഷെ അതൊന്നും പുള്ളി നല്ലതാണ്, ബാക്കിയുള്ളവർ എന്ന രീതിയിൽ. ശാന്തിവിള ആരാണ്? ഏത് സിനിമ ചെയ്തു? ബംഗാളിയാ? അവതാ ആരോ നടനാരാ? നായിക ഏതായാലും ഇപ്പൊ ഞങ്ങള് കൂടിക്കാഴ്ച നടന്നൊരു സിനിമയ്ക്ക് വേണ്ടിയാണ്, ഇപ്പൊ വനിതാ വിനിതയിലാണ് കണ്ടത്. അപ്പൊ ഒരു നല്ല സിനിമ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വീണ്ടും വനിതയിൽ കയറി. എനിക്ക് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ തന്നെ അലിൻ ജോസ് വിളിച്ചിട്ടുണ്ട്. എന്നാ ഷോട്ട് അടുത്ത ആഴ്ച എന്നെ വിളിക്കാന്നാണ് പറഞ്ഞിട്ട് പാസ്സാക്കണ്ട അന്നെ ബോഡി ഗാർഡ് സിനിമയിൽ ഷോർട്ട് ഫിലിം. അല്ല ഒരു ഞാൻ അപ്പോ ഈ അഭിലാഷാട്ടയും അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായിട്ട് കാര്യം പറഞ്ഞു. ഞാൻ അത്രയും പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം നാളെ പുള്ളി അതിനെപ്പറ്റി വേറെ വീഡിയോ ഒന്നും അറിയില്ല. ഞാൻ അദ്ദേഹം എന്നെ മറ്റേ മോശമാക്കിയെന്ന് പറഞ്ഞു, എന്നെ ഒരു കളിയാക്കിയ രീതിയിൽ പറഞ്ഞു. ഹലോ മിസ്റ്റർ പെരേര എന്ന് പറഞ്ഞ പെരേരയുണ്ട്. അപ്പൊ എന്നെ കളിയാക്കിയിട്ടില്ല. പുള്ളിയെ മുടി വെട്ടാറില്ല, കുളിക്കാറില്ല ശരിക്കും. അപ്പൊ ആ ഒരു ലൈനാണ് പുള്ളി പിടിച്ചത്. കുളിക്കാറുണ്ട്, ഇന്നലെ ഞാൻ കണ്ടതാ കുളിക്കണത്. അഭിലാഷേട്ടൻ മുടി ഇങ്ങനെ വളർത്തുന്ന ഡൊണേഷൻ ആണോ? മൂവിക്ക് വേണ്ടി ഇപ്പൊ സന്തോഷേട്ട പടത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി സീൻ ഉണ്ട്. ഇതൊക്കെ അവൻ നമ്മളെ ഒന്നിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റുമോ? അലിൻ ജോസിന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടനുണ്ടാവോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഏത് വർക്കാണെന്ന് എനിക്കറിയില്ല. അവൻ ചെയ്യുന്ന സ്വന്തം പ്രദീപിന്റെ വർക്കില്ലേ നമുക്ക് ആടിയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വിളിക്കാം. പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ആവേശം സിനിമയിൽ ഒരു രംഗമുണ്ട്, മറ്റേ നമ്മുടെ രംഗണ്ണന്റെ അമ്പാന്റെ. അപ്പൊ അമ്പാനാക്കി ഒരു റീൽ ചെയ്യാന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അമ്പാനാണ് ആ പടത്തിൽ ഏറ്റവും
എന്താണ് അതല്ല അണ്ണന്റെ റോൾ അടിച്ചിട്ടുണ്ടല്ലോ ആ പാവപ്പെട്ട ആഗ്രഹം അത് ഊമയാണ്. അല്ല. എന്തെങ്കിലും ഒന്ന് ചോദിക്കാമോ? എന്റെ റോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ അവസരം തരില്ല അല്ലെ? മൈക്ക് എന്തെങ്കിലും മൈക്ക് ഇന്റർവ്യൂ ചെയ്തവരുണ്ടല്ലോ അവര് എന്താ പറയാ ആങ്കറെല്ലാം ചോദിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വന്നപ്പോ ഒരു അബദ്ധം പറ്റി. ആങ്കർ എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പൊ വിദ്യാഭ്യാസത്തിന് വളരെ ഇംഗ്ലീഷ് വലിയ കാര്യമായിട്ട് പറയൂല. ആങ്കർ എപ്പോഴാണ് എനിക്ക് ആങ്കർ എന്ന് മനസ്സിലാവണേ. ചേട്ടാ ആങ്കർ എന്ന് പറയില്ല, അവതാരിക എന്ന് അല്ല പറയില്ല. മറ്റേ ഞാൻ പഠിത്തമാണ് മറ്റേ പ്രദീപരായിട്ട് ചെയ്യുന്ന അത് ഒരു സിനിമാകാരൻ ഗിരി അതിന്റെ പുതിയതാ. ഞാൻ ചെയ്തില്ല. യുദ്ധം എന്ത് റോള് ഗ്രഹിക്കാൻ വേണ്ടി എന്ത് നമ്മളിപ്പോ ഇന്നിപ്പോ കളിയാക്കിക്കൊണ്ടൊക്കെ നാളെ ഇതിനകത്ത് പറയാൻ പറ്റൂല. ഇപ്പൊ മറ്റേ സിനിമയിലെ അവസാനം ചോദിച്ചോണ്ട് ഞാൻ പറയണേ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ പറയാട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ സിനിമയില് അറിയാലോ, സിനിമ ബിസിനസ് ആണ്. അപ്പോ ഇപ്പൊ സിനിമാക്കാരിൽ ചാൻസ് വേണമെങ്കിൽ ഞാൻ പച്ചക്ക് പറയാം, ഒരു 5000 10,000 തരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്യാരക്ടർ വേഷം തരാം. തയ്യാറാണോ? തയ്യാറാണോ? ഇവരാ ഒരു അഭിനയിക്കാൻ ഒരു ചാൻസ് ഇങ്ങനെ ആളെ പോലല്ലേ ഇൻവെസ്റ്റ് എന്റെ കയ്യിലുണ്ട്, ഞാൻ ചെയ്യും. അതല്ല പെട്ടെന്നല്ല എടുക്കളായിട്ടാണ് നിങ്ങൾക്ക് ആഴ്ചയിൽ പ്രദീപിന് കൊടുത്താൽ മതി. ഇല്ലടാ അങ്ങനെ പൊട്ടത്തറ പറയണ്ട. അങ്ങനെയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഞാൻ കേട്ട് അവൻ പ്രദീപിന്റെ വർക്കിൽ വേഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഖിലിനെ വിളിക്കും. അല്ല പ്രദീപ് ആൾക്കാരുടെ ഒരാൾ ചോദിച്ചപ്പോ 5000 രൂപ പറയാറുണ്ട്. അത് അവന്റെ വ്യക്തിപരമായ കാര്യമാണത്. അത് നമ്മളവിടെ പറഞ്ഞ കാര്യം. LLB പഠിക്കാൻ പോണ കാര്യം എന്തായി? LLB പഠിക്കാൻ പോണു. ബാംഗ്ലൂർ പെൺകുട്ടിയിലൂടെ നടക്കാൻ വേണ്ടി പോണു. LLB അടുത്ത വർഷമല്ലേ, ഈ വർഷം എന്തായാലും ഓൺലൈൻ റിവ്യൂ ആയിട്ട് ഉണ്ടാവും. ഇപ്പൊ ആങ്കറിംഗിലേക്ക് കടന്നിട്ടുണ്ട്. നീ കട തുടങ്ങുമെന്ന് പറയല്ല, അതൊന്നും പ്രഷർ സൂപ്പർ മാർക്കറ്റ് അടുത്ത വർഷം. അടുത്ത വർഷം നമ്മുടെ ജുവൽ മേരി ആയിരിക്കും ഉദ്ഘാടനം. ജുവൽ മേരിക്ക് 2 lakhs കൊടുക്കും. അപ്പൊ കടയിലെ കട നടത്തിക്കൊണ്ട് പോകും. ഒരു 10 മിനിറ്റ് ഉദ്ഘാടനം അത്രേ ഉള്ളൂ ജുവൽ മേരിക്ക്. പാട്ടില്ലേ ജൂൻ വെച്ച് മറ്റേ സമ്മതിച്ചാ ചെയ്യാം. അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നീ പണ്ട് പറഞ്ഞു, ഞാൻ ഉദ്ഘാടനം ചെയ്താലോ പറഞ്ഞത്. ഇപ്പൊ എന്നെ വിട്ടോ? ഞാൻ ഉദ്ഘാടനം ചെയ്തതാ. ഇത് തന്നെ അവിടെ കെട്ടിത്തൂക്കിയതാ. മറ്റേ നാടകത്തിൽ കെട്ടിത്തൂക്കിയതല്ലേ. അവിടല്ലോ ഇവന് ഒരു പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഇവന് പപ്പ പൈസ. അപ്പോ പപ്പയില്ലേ പറയണ്ടാ അങ്ങനെ ഈ പപ്പ ഇവരൊരു കട ഇട്ട് കൊടുക്കുവാണ്. ഈ കട ഉദ്ഘാടനം ഞാൻ ജുവൽ മേരി വരുന്നുണ്ട്. 10 മിനിറ്റ് വരുന്നതിന് 1 ലക്ഷം 2 ലക്ഷം കൊടുക്കും. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, എടാ അപ്പൊ റിവ്യൂ നിർത്തിയെന്ന് ചോദിക്കുക. റിവ്യൂ രാത്രി പറയാലോ. അങ്ങനെ കുഴപ്പമില്ല. തിയേറ്റർ റിവ്യൂ പണ്ടേ ഇപ്പൊ അവസാനിപ്പിച്ച പോലെയാണോ? വല്ലപ്പോഴും ഞാൻ പോകുന്നു മാത്രം.